ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാരിയുടെയൊക്കെ പ്ലീറ്റ്സ് എങ്ങനെയാണ് സിമ്പിളായിട്ട് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഓണം സമയമൊക്കെ വരാൻ പോവല്ലേ, കോളേജിലേക്കായാലും ഓഫീസിലേക്കായാലും ഒക്കെ നമുക്ക് സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പല്ലു പ്ലീറ്റ്സ് എങ്ങനെയാണ് 5 മിനിറ്റിൽ എടുക്കേണ്ടതെന്ന് നോക്കാം. തുടക്കക്കാരായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലീറ്റ്സും കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സാരിയുടെ പല്ലു റീജിയൻ ടേബിളിൽ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സാരിയുടെ നല്ല വശം ഈ ഒരു ടേബിളിനോട് ചേർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു സാരി നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഈ സാരി മടക്കിയതിൻ്റെ പാടുകളൊന്നും വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അയൺ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അയൺ ചെയ്യണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ, അവസാനത്തെ പ്ലീറ്റിൻ്റെ വീതി എന്തോരം വേണമെന്ന് ജസ്റ്റ് ഇതുപോലെ ആദ്യം ഒന്ന് മടക്കുക. അപ്പം ഞാൻ ഇത്രയും വീതിയാണ് എനിക്ക് അവസാനത്തെ പ്ലീറ്റിന് വേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിവർത്താട്ടോ. നിവർത്തി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വട് കിട്ടും. നമ്മളിപ്പോൾ അയൺ ചെയ്ത് അവിടെ ഒരു വട് പോലെ കിടക്കുന്നുണ്ടാവും. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ ഒരു വട് കിട്ടിയില്ലേ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ആ ഒരു വടു കാണുന്നത് അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനെ വീണ്ടും ഒന്നുകൂടി ഈ ഒരു പോയിന്റിലേക്ക് വീണ്ടും മടക്കി കൊടുക്കുക കേട്ടോ. വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മടക്ക് വശത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിനൊന്നും കൂടി ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ആ ഒരു മടക്ക് വശത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് ഇതിനെ വീണ്ടും അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് വടുകൾ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ അയൺ ചെയ്തതിൻ്റെ പാടുകൾ കാണാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മൾ അയൺ ചെയ്ത പാടുകളാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ പുറത്തേക്ക് നിൽക്കുന്ന പ്ലീറ്റാണ്. പിന്നെ ഉള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകളാണ് കേട്ടോ. അതിൽ ഇതൊരു വടുവാണ്. പിന്നത്തെ വടു ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ വടുവിൽ നമ്മൾ കൈ ഇതുപോലെ പിടിക്കുക. രണ്ടാമത്തെ വടു ഇതുപോലെ എടുക്കുക. അതിനുശേഷം പ്ലീറ്റുകളെ ഇങ്ങനെ ഒന്ന് എടുക്കുക കേട്ടോ. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ അയൺ ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമാവും കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ് എടുക്കുമ്പോൾ ഒന്ന് ഇടവിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് പോണേ. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മൾ അയൺ ചെയ്ത രീതിക്ക് നമ്മളിത് ഇതുപോലെ ഓരോരോ പ്ലീറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ പ്ലീറ്റ് നമുക്ക് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം. ഇനി ഇത് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് പിടിക്കുക കേട്ടോ. ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ദേ ഇതുപോലെ ഞെറിവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടും മാറിപ്പോവില്ല. ദേ നമ്മൾ ഭംഗിയായിട്ട് പ്ലീറ്റ്സ് ദേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പ്ലീറ്റ്സ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അത് ഇത്രയും പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിയിലേക്ക് എടുക്കാനായിട്ട് സുഖമല്ലേ. ഇനി നമുക്ക് അടിയിലേക്ക് എത്ര ലെങ്ത്തിലാണോ നമുക്ക് ഈ ഒരു മുന്താണിയുടെ പ്ലീറ്റ് വേണ്ടേ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിലെ പ്ലീറ്റ് നമ്മൾ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടിയിലേക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് നമ്മൾ ടേബിളിൻ്റെ ഈ ഒരു അറ്റത്തേക്ക് നമുക്ക് ഇതുപോലെ ക്രാബോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് അടിയിലേക്ക് പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ. കുറച്ച് പ്ലീറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലെങ്ത്തിലേക്ക് ഈ ഒരു പല്ലു പ്ലീറ്റ്സ് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഈ ഒരു മുകൾ ഭാഗത്ത് എന്തെങ്കിലും ക്രാബോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിലേക്ക് ഇതേപോലെ മുകളിൽ എങ്ങനെയാണോ പ്ലീറ്റ് എടുത്ത് അതുപോലെ പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.